ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു KFC ചിക്കനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1/4 ടീസ്പൂണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1/4 ടീസ്പൂണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പൊടി ഐറ്റംസ് ഒന്നും ഒത്തിരി കൂടുതലൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമുക്ക് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ല ഇത് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. നമ്മളിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ചിക്കൻ്റെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് മൈദ എടുക്കാം. ഇത്രയും വേണമെന്നില്ല, ആദ്യം എടുത്ത അളവ് തന്നെ മതി. ഞാൻ പിന്നെ ഇച്ചിരി കൂടുതൽ പൊടി എടുത്തതാണ്. അഥവാ തികയാതെ വന്നാലൊന്ന് വെച്ചിട്ട് ഇത്രയും വേണ്ട. കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ഒക്കെ മതി. വേണമെങ്കിൽ ഒരു ശകലം ചേർക്കാം. അത്രയേ ഉള്ളൂ. 2 ടീസ്പൂൺ തന്നെ ധാരാളം. നവക്കെ എടുക്കുവാണെങ്കിൽ അത്രയും മതി. നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലും കൂടെ വേണമെങ്കിൽ ശകലം ഉപ്പ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. ഞാനല്ലാതെ തന്നെ മറ്റേത് കണക്കായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടിട്ടിട്ട് നല്ല ഒന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. പശുവും പാലൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒന്ന് ഒരു സ്പൂണ് വെച്ച് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നല്ല നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓട്സാണ്. ഓട്സ് വേണം നമുക്ക് മസ്റ്റായിട്ടും. അതിനകത്തുനിന്ന് ആ മാവ് നമ്മൾ അതിൽ പുരട്ടി വെച്ചേക്കുന്ന മാവിൽ നിന്ന് ഈ കൂട്ടിലേക്ക് നമുക്കിട്ടിട്ട് ഈ ഓട്സിലേക്കിട്ട് നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. നല്ല ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടാണ് നമ്മുടെ KFC സ്റ്റൈൽ ചിക്കൻ വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ നിങ്ങൾ ആരൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. പ്ലീസ് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അതേപോലെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കണ്ടു പോകാതെ കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നല്ല കമൻറ്റും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നല്ല ചൂടായി. നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും എണ്ണ കുറച്ചുകൂടെ നിവക്കെ വേണമെങ്കിൽ ഒഴിക്കാം. ഞാനപ്പോൾ ഇത്രേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിലും നിവക്കെ വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാൻ അതിനൊരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സോസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കടിക്കുമ്പോൾ നല്ല കറുമുറാന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇത് വളരെ തന്നെ എളുപ്പമെന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ, ടാറ്റാ.